അതേപോലെയാണ് ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ, അത് ശരിക്കും നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരിക്കലെങ്കിലും കേട്ടിരുന്നെങ്കിലെന്ന് നമുക്കപ്പോൾ തോന്നും. അത്രയും വികാര തീവ്രമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. വിരഹം അത്രയും ഭ്രാന്തമായിട്ടാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ അവിടെ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമെന്ന് ഉച്ചത്തിൽ പാടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന് വീഴും. അപ്പോൾ സാർ അത് വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും നമ്മുടെ ഉള്ളിൽ വന്ന് വീഴുകയും ചെയ്യും. ഒരിക്കൽ മാത്രം അത് ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ, ഒരു ഗൽഗതമായ ഒരു പാഴ്സ്വരമായി നിന്റെ പിന്നാലെ ഞാൻ അലഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ നീ അറിയുന്നില്ല. പക്ഷെ ഒരിക്കലെങ്കിലും ഈ ഓരോ പാഴ്സ്വരം ഓരോ വിളിയാണ്. അതാ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ. അത് രണ്ടാമത് ആദ്യത്തേക്ക് വരണം. എൻ്റെ എല്ലാം ഞാൻ പറഞ്ഞ കവിതകളാണ് എഴുതുന്നത്. അപ്പോൾ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ, ഗൽഗതമായി ഒരു പാഴ്സ്വരമായി ഒഴുകി വരുന്നു ഞാൻ. ഒഴുകി വരുന്നു ഞാൻ ഒരു ഗൽഗതമായി ഒരു പാഴ്സ്വരമായി ഒരു എന്ന് പറഞ്ഞാൽ പാട്ട് പോകും, അതിൻ്റെ ശക്തി പോകും. മനസ്സിലായി. അപ്പോൾ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമ്പോൾ തുടങ്ങുന്നതാണ് പാട്ടിൻ്റെ ശക്തി. പിന്നെയാണ് ഗൽഗതമായി ഒരു പാഴ്സ്വരമായി ഒഴുകി വരുന്നു ഞാൻ. ഈ ചുംബനപ്പൂ കൊണ്ട് മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാൻ, ഉന്മതൻ ഉന്മയാം കണ്ണുനീർ അനുരാഗ തേനെന്ന് ചൊല്ലി ഞാൻ ഊട്ടാം എന്നാണ് പാടുന്നത്. അത് ശരിക്കും അതിനെ തുടർന്ന് പാടുന്ന വരികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഈ കത്തിയെരിയുമീ ഗ്രീഷ്മത്തിനക്കരെ പൂക്കാലം ഉണ്ടായിരിക്കാം, മങ്ങിയ നിന്മനം വീണ്ടും തെളിഞ്ഞതിൽ പൂർണ്ണബിംബം പതിഞ്ഞേക്കാം, അന്നോളം നീ എൻ്റെ മകളായിരിക്കും, അല്ലലറിയാത്ത കുഞ്ഞായിരിക്കും. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന പടത്തിലെ പാട്ടാണ്. ഈ ബന്ധുക്കൾ ശത്രുക്കൾ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മലയാള സിനിമയിൽ ഒരു ചരിത്രമുണ്ടെന്നാണ് പറയാം. കാരണം അത് കഥ എൻ്റേതാണ്, തിരക്കഥ എൻ്റേതാണ്, സംഭാഷണം എൻ്റേതാണ്, പാട്ട് എൻ്റേതാണ്, സംഗീതം എൻ്റേതാണ്. സാറിൻ്റെ സംഗീതം ഞാനാണ് പ്രൊഡ്യൂസറും നിർമ്മാതാവും ഞാനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പടം മലയാളത്തിൽ ഉണ്ടായിട്ടും തോന്നുന്നില്ല. പക്ഷെ ആ പടത്തിൽ ഈ സംഗീതം എടുക്കാൻ പല കാരണങ്ങളും അതിനിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സംഗീതം ചെയ്ത് തീരുമാനിക്കുന്നത് പൊതുവേ ഞാൻ പറയാനുള്ളതാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു പാട്ടും എഴുതാറില്ല, ഞാൻ പാട്ട് പാടുകയാണ്. പാട്ട് എപ്പോഴും പാടുകയാണ് ചെയ്യുന്നത്. ഞാൻ മനസ്സിൽ പാട്ട് ഞാനൊരു വാഗ്ഗേയകാരനാണ്. അതായത് പാട്ടും സംഗീതവും ഒരുമിച്ചാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതാണ് എൻ്റെ പാട്ടുകളുടെ പ്രത്യേകത. അപ്പോൾ ഞാനിത് ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഓരോരോ സമയം ഞാൻ വേറെ ജോലി ചെയ്യുന്ന ഇടയിൽ തന്നെ എൻ്റെ മനസ്സിൽ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കും, വരികൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 4 വരി വന്നാൽ 4-5 വരി വന്നാൽ ഞാൻ അവനെ പല്ലവിയാക്കി ഫിക്സ് ചെയ്ത് പിന്നെ എഴുതും. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പല ജോലിയായിട്ട് ഞാൻ അടുത്ത അനുപല്ലവി എന്താണ്, ചരണം എന്താണ്, പിന്നെ ചരണം മനസ്സിൽ പൂർത്തിയാക്കിയിട്ടേ കടലാസ് എഴുതുള്ളൂ. അപ്പം അങ്ങനെ പാട്ട് എഴുതുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓരോ പാട്ടിനും എൻ്റേതായ ഒരു ഈണമുണ്ട്, സംഗീതമുണ്ട്. ഉദാഹരണമായിട്ട് ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. ഇത് ദേവരാമാഷ് കൂടുതൽ സംഗീതമാണ്. എൻ്റെ സംഗീതം ദേവരാമാഷ് കേട്ടിട്ടില്ല. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്നുള്ള എൻ്റെ കവിതയായിട്ട് എൻ്റെ മനസ്സിൽ വരുമ്പോൾ, കവിതയുടെ ആദ്യ വരിയായിട്ട് വരുമ്പോൾ ഇങ്ങനെയല്ല വന്നത്. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്നാ വന്നത്. ഇന്ദ്രിയങ്ങളിൽ അതു പടരുന്നു പകൽക്കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. എൻ്റെ ട്യൂൺ ഇതാണ്, എൻ്റെ സംഗീതം ഇതാണ്. പക്ഷേ ദേവരാമാഷിന് മുമ്പിൽ നമുക്ക് നമ്മുടെ സംഗീതം പറയാനൊക്കെ ഇല്ല. സംഗീതമൊക്കെ ഞാൻ ചെയ്തോളാം, പാട്ട് എഴുതിയാൽ മതി, മനസ്സിലായില്ലേ, എൻ്റെ ജോലി കയറി കിടക്കട്ടെ എന്ന് പറയുന്നത്. പക്ഷേ അർജുനൻ മാസ്റ്ററും ദക്ഷിണാമൂർത്തി സ്വാമി അങ്ങനെ പറയില്ല. ദക്ഷിണാമൂർത്തി സ്വാമി എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് 4-5 ട്യൂൺ ഇട്ടു, അത് ശരിയായില്ലെങ്കിൽ അദ്ദേഹം ചോദിക്കും തൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അങ്ങനെ വന്നൊരു പാട്ടാണ് അവൾ ചിരിച്ചാൽ മുത്തു ചിതറും ആ മുത്തു നക്ഷത്രമാകും. എൻ്റെ ട്യൂൺ തന്നെ. കൂത്തമ്പലിൽ വെച്ചോ കുഴിമത്തും എൻ്റെ ട്യൂൺ തന്നെ. കാരണം കൂത്തമ്പലത്തിൽ വെച്ചോ സൗന്ദരരാജന് ട്യൂൺ ചെയ്യാറിഞ്ഞൂടാ, മലയാളമാണ്. അപ്പോൾ സാർ എനിക്ക് മലയാളം തിരിയാതെ സാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൂത്തമ്പലത്തിൽ ഞാൻ കാനഡ രാഗത്ത് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കേൾപ്പിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡെന്നീസ് ജോസഫ് ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് കുറച്ച് വിപുലമാക്കി. കാരണം ഇടയ്ക്കുള്ള മ്യൂസിക്കിനകത്ത് തന്തര എന്നൊക്കെ കൊണ്ടുവന്ന് അവനെ വലുതാക്കി, മനോഹരമാക്കി സൗന്ദരരാജൻ. രണ്ടാമത്തെ പാട്ട് സൗന്ദരയോട് പറഞ്ഞു, സാർ இந்த உங்கள் ട്യൂൺ ഞാൻ എടുത്താച്ച് അടുത്ത പാട്ട് എൻ്റെ ട്യൂണിൽ എനിക്ക് എഴുതണം. അപ്പോൾ തനന്ന തനന്ന ട്യൂൺ പാടി തന്നു. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമ്മകളിൽ എന്ന് മാറ്റിയത് ട്യൂൺ അനുസരിച്ച് ചെയ്തത്. അത് സൗന്ദരരാജൻ എൻ്റെ ട്യൂണാണ്.
അതേ ട്യൂൺ അനുസരിച്ച് ഞാനിത് വരികളാണ്. ഈ രണ്ടും എഴുതാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, രണ്ടും ഒരേപോലെ പോവും. പക്ഷേ ഞാൻ ആദ്യം എഴുതുമ്പോഴുള്ള എനിക്ക് ഉള്ള സംതൃപ്തി ട്യൂൺ വെച്ച് എഴുതുമ്പോൾ പറ്റില്ല. ട്യൂൺ വെച്ച് നല്ലതല്ലേ നിങ്ങൾ ചോദിക്കും. ഇപ്പം മലർക്കൊടി പോലെ, വർണ്ണത്തൊടി പോലെ, പൂവിളി പോലെ എല്ലാം ട്യൂൺ വെച്ച് എഴുതുക. സലീം ചൗധരി എല്ലാം ട്യൂൺ വെച്ചാണ്, ഇളയരാജയുടെ എല്ലാം ട്യൂൺ വെച്ചാണ്. ഉണർവീ ഗാനം, താമരക്കിളി പാടുന്നു തന്തന തന്നാന തന്നാന ഇളയരാജ പാടിത്തന്നു. താമരക്കിളി പാടുന്നു തൈ തൈ തകത്തു. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് തൈതൈത വന്ന പുള്ളി വളരെ ഇഷ്ടമായി. രണ്ടാമത്തെ ഒരിക്കൽ അതില് ഇടയ്ക്കുള്ള വരികൾ ഭയങ്കര രസമാണ്. ഉള്ളിന്റെ ഉള്ളിൽ നീ തൊട്ട പുളകം എഴുതി കഴിഞ്ഞ വരി. അതങ്ങനെ വന്ന എന്തുകൊണ്ടാ? ചൂണ്ടുകൊണ്ടാ. തന്നാതനാന തന്നാതനാന തന്നാതാന പാടാൻ ഒരു ബുദ്ധിമുട്ടുമല്ലേ, എഴുതാൻ ബുദ്ധിമുട്ടാ. പക്ഷെ രസമല്ലേ? കാണാതെ കാണും എന്നെന്നും മകലെ ആയാലും എൻ്റെ മിഴികൾ. ഇന്നത്തെ സംഗീത സംവിധാനർക്ക് ഒരു വലിയ ഗുണമെന്ന് വെച്ചാൽ അവർ ജോലി ചെയ്യണ്ട. അവർ വെറുതെ കീബോർഡുമായിട്ട് ഇരുന്നിട്ട് തന്ന തന തന തനന തന്ന കൊള്ളാവും, താന ഇല്ല ശരിയായില്ല, തനന്ന താനന്ന തന്നാനാന അങ്ങനെ ആയാലോ, ഇത് പറഞ്ഞാൽ മതി. ഇതിലൊന്ന് ഡയറക്ടർ അംഗീകരിക്കും, ഇത് പാട്ടെടുത്ത് തന്നെ കേൾപ്പിക്കും. പണ്ടങ്ങനെയല്ല. ഇപ്പോൾ ദക്ഷിണാമൂർത്തിയോ കെ രാഘവ മാസ്റ്ററോ ദേവരാം മാസ്റ്ററോ ബാബുക്കയോ അല്ലെങ്കിൽ അർജുനന് പോലും അവർക്ക് ട്യൂണിടാൻ അറിഞ്ഞൂടാ. ദേവരാജന്മാർ ചോദിക്കുന്നപ്പോൾ നമ്മൾ പറയുമ്പോൾ ചോദിച്ചു കവിതയില്ല എങ്ങനെ സംഗീതം വരും? പുള്ളി ദേവരാജ മാഷ് എന്നോട് ചോദിച്ചാൽ കവിതയില്ല എങ്ങനെ സംഗീതം വരുന്നത്? എനിക്ക് വരില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്താ ആർമോണിച്ചാണോ സംഗീതം? അല്ല, വരികളില്ല സംഗീതം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ മലയാള ഭാഷയിൽ മാതകഭംഗത്തിന് മലമന്ദഹാസമായി വിരിയുന്നു എന്ന് നിങ്ങൾ എഴുതുമ്പോഴാണ് ആ വരികൾ വായിക്കുമ്പോൾ ഇതിന് ഏത് രാഗം പറ്റിയിരിക്കും ഞാൻ കണ്ടുപിടിക്കുന്നു. ആ വരികളിൽ രാഗത്തിലേക്ക് പോവുക. അത് ദക്ഷിണാമൂർത്തി പറയും. ദക്ഷിണാമൂർത്തി വേറൊരു തരത്തിലാണ് പറയും. അദ്ദേഹം പറയുന്നത് ഞാൻ സംഗീത സംവിധാനം ചെയ്യുന്നത് പറഞ്ഞ വെറുതെയാണ്, ഞാൻ പാട്ട് വായിക്കുക. അദ്ദേഹം പറയും തമ്പി എനിക്ക് എഴുതി തരുന്ന വരികൾ ഞാൻ സംഗീതത്തിലൂടെ പറയുന്നു. സംഗീതത്തിലൂടെ പറയുന്നു, പാടുന്നതല്ല അത് പറയുന്നത്. തമ്പി എഴുതിയ വരികൾ ഞാൻ സംഗീതത്തിലൂടെ പറയുന്നു, അത് സംഭാഷണമാണ്, അത് നിങ്ങൾ പാട്ടായിട്ട് കേൾക്കുന്നു. അതെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംസ്കാരത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. മലയാള സംഗീത സംസ്കാരം അതാണ്, മലയാള പാട്ടിൻ്റെ. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ട്യൂണിലേക്ക് മാറുന്നത്. പക്ഷേ എൻ്റെ ഒരുപാട് ട്യൂൺ വെച്ചെഴുതിയ ഒരുപാട് പാട്ടുകൾ ഹിറ്റ്. ഇപ്പോൾ ശ്യാം എല്ലാ പാട്ടും ട്യൂൺ വെച്ച സന്ധ്യ തന്നമ്പലത്തിൽ ട്യൂൺ വെച്ചെഴുതിയത്. മൗനരാഗ പൈങ്കിളി ചിറകു വിടർന്നെങ്കിൽ മനസ്സാകും കൂടുവിട്ടൻ ചുണ്ടിൽ പറന്നെങ്കിൽ. പ്രണയമുണ്ടെന്ന് കാമുകന് അയാളോട് പറയണം. അപ്പോൾ എനിക്ക് ഈ പ്രണയത്തെക്കുറിച്ച് പറയാൻ കഴിഞ്ഞെങ്കിൽ എന്നുള്ളത് ഞാൻ എങ്ങനെ ഇരിക്കുന്നു. മൗനരാഗമാകുന്ന പൈങ്കിളി എൻ്റെ മനസ്സിൻ്റെ കൂടുവിട്ട് നീ പറന്ന് എൻ്റെ ചുണ്ടിൽ വന്നിരിക്കും.